ഗോവർദ്ധൻ അന്വേഷിച്ചോടെങ്കിലും. അലീന അങ്ങോട്ട് തന്നെ പാലട്ടാ പോകുന്നത്. വീട്ടിലെത്തിയില്ലെന്ന് തന്നോട് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് പിന്നെ വേറെ എങ്ങോട്ട് പോകാനാ? അതും പറഞ്ഞോട് താൻ ഇവിടെ ഇരുന്നാ മതിയോ? അന്വേഷിച്ചു പോണ്ടേ? വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവള് മറ്റെങ്ങോട്ടെങ്കിലും പോയതാണോ? കഴക്കൂട്ടത്തേക്കോ അല്ലെങ്കിൽ എറണാകുളത്തേക്കോ? എന്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഞാൻ തീർത്താ. ഗോവർദ്ധ സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഇത് രാത്രിയാ, എന്ത് സംഭവിക്കാം? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നതല്ലേ നല്ലത്. ഇപ്പൊ ധൃതി പിടിച്ചൊന്നും ചെയ്യരുത്. പോലീസ് കംപ്ലൈന്റ് ചെയ്ത് അത് കേസാക്കിയ പിന്നെ അതിൽ നിന്ന് ഊരിപ്പോരാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. നല്ല പോലെ ആലോചിച്ചിട്ട് മതി. ആ കുട്ടി വേറെ എവിടെയെങ്കിലും കയറി പോകാൻ സാധ്യതയുണ്ടോ? വേറെ എങ്ങോട്ടും പോകാനില്ല. അവർക്ക് പാലയിൽ ആരും പരിചയമില്ല. കൊല്ലപ്പള്ളിക്ക് പോവോ? അവിടെ എന്തിനു വേണം? ആനന്ദേട്ടാ, ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കല്ലേ. അത് ഗോവർദ്ധന. മനുവിനോട് ചോദിച്ചറിയാൻ പറ്റുമോ? ചിലപ്പോ പുറത്തോട്ടിറങ്ങിയപ്പോ മനുവിനെ കണ്ടിട്ട് രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും പോയെങ്കിലോ? അങ്ങനെയൊന്നും അലീന പോകത്തില്ല, എനിക്കറിയാം. മോളെ വാ, നമുക്ക് വേറെ പോയി നോക്കാം. ബാലട്ട, ഇനിയിപ്പോ ഞാനിവിടെ നിൽക്കണം. ഇവിടെ ചേച്ചിയുടെ കൂടെ സുലുണ്ട്. താൻ എന്തെങ്കിലും ചെയ്യേ. ബാലേന്ദ്ര, ടൗണിലോട്ടാണെങ്കിൽ എന്നെ കൂടി ഡ്രോപ്പ് ചെയ്യാം. ഞാൻ ടൗണിലേക്കല്ല മോളെ. വാ വാ, എല്ലാവർക്കും അവനവന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. എടാ, ഇത് വിൽക്കാനാണോ അറക്കാനാണോ? ചോദിച്ചിട്ട് പറയാം. കൈ പിടിക്കടാ, പിടി. ഇറങ്ങടി അങ്ങോട്ട്. നീ ഇവിടെ 100 ദിവസം കിടന്നാലും ഒരു ഈച്ച പോലും അറിയാൻ പോകുന്നില്ല. അടക്ക. ആരാ വിളിക്കുന്നേ? മനുവിനെ. ഹലോ അങ്ങളെ. എടാ മനു, നീ എവിടെ? ഞാൻ അങ്കിളിനെ കാണാൻ വേണ്ടി ഡ്രൈവ് ചെയ്ത് വരുമായിരുന്നു. അങ്കിളെവിടെ? ഞാൻ ഹോസ്പിറ്റലിൽ മുന്നിലുണ്ട്. എടാ മനു, അലീനെ കാണാനില്ല. കാണാനില്ലെന്ന്? എന്താ അങ്കിളെ പറയണേ? എടാ മോനെ, അവള് ഹോസ്പിറ്റലിൽ വൈജയ്ക്ക് ബൈസ്റ്റാൻഡായിട്ട് നിൽക്കായിരുന്നു. 7 മണി നേരത്ത് സുലോചന വന്നപ്പോ അവളെ പകരം നിർത്തിയിട്ട് അലീനെ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. പക്ഷെ വീട്ടിലെത്തിയിട്ടില്ല. അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ. അങ്ങനെ കാണാതാവെന്ന് വെച്ചാ എന്താ ഇത്? അത് 7 മണിക്ക്? മനുടാ, അവളെ കിഡ്നാപ്പ് ചെയ്താ. നിന്റെ അച്ഛനും കൊച്ചച്ഛനും എല്ലാം അതിന്റെ കൈയുണ്ട്. ഒരിക്കലും അവർ അങ്ങനത്തെ മണ്ടത്തിനൊന്നും കാണിക്കത്തില്ല. അതിന് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവളെന്നെ വിളിച്ചിരുന്നു. ഗോവർദ്ധനെ കണ്ടില്ലെങ്കിൽ അവൾ ഓട്ടോ വിളിച്ച് വരാമെന്ന് പറഞ്ഞു. ഗോവർദ്ധൻ ആ നേരത്തെ ഹോസ്പിറ്റലിലായിരുന്നു. അങ്കിളെ, ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് അവിടുത്തെ ഓട്ടോക്കാരോട് ചോദിച്ചു നോക്ക്. ഞാനത് ചോദിക്കാൻ പോവാ. നീ ഒരു കാര്യം ചെയ്യണം. രാജീവന്റെയും ഹരിയുടെയും നിന്റെ അച്ഛന്റെയും നീക്കങ്ങളൊന്ന് വാച്ച് ചെയ്യാം. അവരാരും വീട്ടിലില്ലങ്ങളെ. അച്ഛനും കൊച്ചച്ഛനും ഹോട്ടൽ റൂമിലാ, ഹോസ്പിറ്റലിൽ തൊട്ടപ്പുറത്ത് തന്നെ. ഞാൻ ഓട്ടോ സ്റ്റാൻഡിലോട്ട് പോവാ. നീ നിനക്ക് സംശയമുള്ള ഏരിയയിലേക്ക് പോയി നോക്ക്. സമയം തീരെയില്ല, രാത്രിയാണ്. എല്ലാം ഓർമ്മ വേണം. നിങ്ങൾ ഞാൻ എന്റെ ഹോട്ടൽ റൂമിൽ പോയി നോക്കട്ടെ, അവരോട് ഉണ്ടോന്ന് അറിയണല്ലോ. പനി, നീ വേറെ ഒന്നും സംശയിക്കണ്ട. ശിവേട്ടനും രാജീവും അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. നീ പോയി നോക്ക്. ശരിങ്ങളെ. അവര് തന്നെ അച്ഛാ, ഉറപ്പാ. മര്യാദക്ക് കഥ തുറക്കാൻ നിനക്ക് നല്ലത്. മര്യാദക്ക് തുറന്നോ? നിന്നെ കാണിച്ചാലാണ് കഥ തുറക്കാൻ പറയുന്നത് കേട്ടില്ലേ? നീ എന്താ ഇവിടെ? എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? വരാൻ പാടില്ലെന്ന് ആര് പറഞ്ഞു? നീ ഇങ്ങോട്ട് വരാറില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എനിക്ക് അറിയാൻ മേലായിട്ട് ചോദിക്കുക. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തോ ചെയ്യുക? എടാ, വൈജയ്ക്ക് ഒരു അത്യാവശ്യം വന്നാൽ ആരെങ്കിലും വേണ്ടേ? ബാലേന്ദ്രന്റെ ഭാര്യയെ നോക്കാൻ നേരമില്ലല്ലോ. അവന്റെ മോളുടെ അടുത്ത് പോയി കാവലിരിക്കാനല്ലേ ജോലി. ബാലേന്ദ്രങ്ങൾ ആവശ്യമുള്ളപ്പോഴെല്ലാം ഹോസ്പിറ്റലിൽ വരാറുണ്ട്. വൈജാന്റിയെ കാണുന്നുണ്ട്, വേണ്ട മരുന്നുകളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്, അതിനുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും വൈജാന്റിക്ക് വേണ്ടി എന്നാ ചെയ്തു അത് പറ. എടാ, ഞങ്ങൾ എല്ലാ ദിവസവും പോയി അന്വേഷിക്കുന്നില്ലേ? അതിനിപ്പോ ആന്റി ഹോസ്പിറ്റലായിട്ട് 3 ദിവസമായിട്ട് ഒരു ബില്ല് അടച്ചോ? ലാബിൽ പോയി റിസൾട്ട് മേടിച്ചോ? അതിന്റെ ആവശ്യം വന്നില്ല. വന്നാ ചെയ്യും. നിങ്ങൾ വേറെ എന്തോ കൂടാലോനൊക്കെ റൂം എടുത്തിട്ടേക്കാം. എന്നെ കൂടാതെ മനു, വെറുതെ ഒന്നും പറയരുത്. അലീനെ കാണുന്നില്ല. അവള് വൈകുന്നേരം 7 മണിക്ക് ഹോസ്പിറ്റലിൽ ഇറങ്ങിയതാ, വീട്ടിലെത്തിയിട്ടില്ല. അതിന് ഞങ്ങൾ എന്നെ വിളിച്ചു. അവള് വല്ലവന്റെ കൂടെ പോയി കാണും. അച്ഛാ, വെറുതെ വേണ്ടാതിനും പറയല്ലേ. അച്ഛനോട് ഡിഗ്നിറ്റി ഇല്ല. തെരുവ് പെണ്ണുങ്ങൾ സംസാരിക്കുന്ന പോലെയാണ് അച്ഛൻ സംസാരിക്കണ്ടേ? നീ അച്ഛനോട് ദേഷ്യപ്പെടുന്നെന്തിനാ? ഈ മുറിലോട്ട് വന്നില്ല അലീന. ഞാനോ ശിവേട്ടനോ അവളെ കാണുകയോ പിടിച്ചോണ്ട് വരികയോ ചെയ്തിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. നിങ്ങൾ രണ്ടുപേരും കൂടെ അലീനെ കിഡ്നാപ്പ് ചെയ്തോണ്ട് പോയെന്ന് ഞാനും കരുതുന്നില്ല. ആരെ കൊണ്ട് ചെയ്യിച്ചു അത് പറഞ്ഞാൽ മതി. എടാ, അതൊക്കെ ചെയ്യിച്ചവരോട് പോയി ചോദിക്ക്. ഞങ്ങൾക്കറിയത്തില്ല. അച്ഛാ, അല്ല, ഇത് വലിയ കുഴപ്പത്തോട്ട് പോവേ. നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാണ്ട് വരും. നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ അല്ല. ബാലേന്ദ്രങ്ങൾ ഇതിന്റെ അങ്ങേയറ്റം വരെ പോകും. നിങ്ങൾ അറിയാതെ അലീനയ്ക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്കും അറിയാം, അങ്കിളിനും അറിയാം. ഇപ്പോഴാണെങ്കിൽ ഒരു മീറ്റിംഗിലും ഒത്തുതീർപ്പിലും എല്ലാം അവസാനിപ്പിക്കാം. പോലീസ് കേസ് ആയ ന്യൂസ് പേപ്പറിലും ന്യൂസ് ചാനലിലും മുഖത്ത് കർച്ചീഫിട്ട് മറച്ചോണ്ടിരിക്കുന്ന പട ന്യൂസും വരുവേ. ഞങ്ങൾക്ക് അലീനയെ പറ്റി അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അറിയത്തില്ല. നീ വല്ല CBI കളിക്കാൻ തന്നെ പണി നോക്കണം. എനിക്ക് കൊച്ചനോടൊന്നും പറയാനില്ല, അച്ഛനോടാണ് ഞാൻ ചോദിക്കുന്നത്. അലീനെ പറ്റി എന്തെങ്കിലും അറിവുണ്ടോ? എനിക്കറിയില്ല. നീ പാലാരിവട്ടത്തോ കഴക്കൂട്ടത്തോ എവിടെയെങ്കിലും പോയി അന്വേഷിക്കും. അവിടേക്കല്ലേ അവർക്ക് ബന്ധങ്ങളുള്ളത്. ശരി, ഞാൻ അന്വേഷിച്ചോളാം. അവിടെ മാത്രമല്ല, അലീനയ്ക്ക് തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്തും ബന്ധങ്ങളുണ്ട്. ഞാൻ പോയി അന്വേഷിച്ചോളാം. ശാസ്തമംഗലത്തുള്ളവർ എന്നാ ചെയ്തു? ചെയ്തവരൊക്കെ അറിയും. അച്ഛനോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, അങ്കിളിനും അലീനയ്ക്കെതിരെ എന്തൊക്കെ ചെയ്തോ അതെല്ലാം തോറ്റ് തൊപ്പിയിട്ട് ചൂലിന് അടിയും വാങ്ങി നാണം കെട്ട് നിൽക്കുക. ഇനി അവരെ കാൽക്കല് വീണ് മാപ്പ് തരണേ എന്ന് കെഞ്ഞാന്റെ അവസ്ഥ വരുത്തരുത്. ഒരു ഇത്തിരി അഭിമാനം ബാക്കി വെച്ചാൽ ഞാനും കൈതകൾ വീട്ടിൽ ജനിച്ചു പോയില്ലേ. പോകുക. അലീനെ ഇന്ന് രാത്രി തന്നെ കണ്ടുപിടിക്കാൻ വെച്ചാൽ അതിൽ ഒരു സംശയം വേണ്ട. വെലിസിനോട് എത്തി. എന്താ മനു, നീ എന്നെ അങ്ങനെ വിളിക്കാറില്ലല്ലോ? വെലിസിൻ ഡൽഹിയിൽ ലാൻഡ് ചെയ്ത് ബാലനങ്ങൾ പറഞ്ഞിരുന്നു. നാട്ടിലേക്ക് തിരിച്ചോ? ഓ, ഞാൻ നെടുമ്പാശ്ശേരിന്ന് പാലേക്ക് വന്നോണ്ടിരിക്കുക. വെലിസിന് എത്രയും പെട്ടെന്ന് വാ. ഇവിടെ ഭയങ്കര കുഴപ്പങ്ങളാ. വെല്ലിച്ചൻ വന്നാലേ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. വൈജയുടെ ആക്സിഡന്റ് ഒക്കെ ഞാൻ അറിഞ്ഞിരുന്നു. ഇവിടെ ഇപ്പൊ അതൊന്നും അല്ല പ്രശ്നം. അലീനെ കാണാനില്ല. കാണാനില്ലെന്ന് പറഞ്ഞാ എന്ത് സംഭവിച്ചു? ആരും തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ പറയുന്നേ. എപ്പോ? എവിടെ വെച്ച്? എന്റെ ബലമായ സംശയം അച്ഛനും കൊച്ചനും കൂടി പൈസ കൊടുത്ത് ഗുണ്ടാട്ടിവരെ കൊണ്ട് ചെയ്യിച്ചാണോന്നാ. അവര് അങ്ങനെ ചെയ്യൂടാ? വലിയ അത്രയ്ക്ക് മുറുകി നിൽക്കുക രണ്ടു കൂട്ടരും. അലീനയ്ക്ക് വല്ലതും സംഭവിച്ച സകല സംഗതി കൈവിട്ടു പോകും. ഇതുവരെ കണ്ട ബാലനങ്ങളായിരിക്കില്ല ഇനി തൊട്ട്. ഈ രാജീവന്റെയും ശിവന്റെയും തലക്കകത്ത് എന്താ കളിമണ്ണാണോ? വലിയ അവരെ വിളിച്ചൊന്ന് സംസാരിക്കുക. ഈ ചെയ്തോണ്ടിരിക്കുന്ന കോപ്പറങ്ങളൊന്നും നിർത്താൻ പറ. എനിക്ക് നാളെ അവർക്ക് ജയിലിൽ കയറേണ്ട വരുവേ. ഞാൻ അവരെ വിളിക്കാൻ വരും. അവരെവിടെയുണ്ട്? വീട്ടിലില്ലേ? ബ്ലൂ നൈൽ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുക. അച്ഛനും കൊച്ചനും വൈജാനെ സഹായിക്കാനാണെന്ന പറച്ചില്. ചെയ്യുന്ന പണി കൂടാലോചന ഉണ്ടായിസോ. ഞാൻ വിളിച്ചോളാം.
നീ ഹോട്ടലിന്റെ ലൊക്കേഷൻ ഇട്ടാ. ഓക്കെ അലീന. സുലു, ഒരു പ്രോബ്ലം ഉണ്ട്. വളരെ സീരിയസ് ആ. ഒന്ന് വന്നേ. എന്നതാ പ്രശ്നം? ഒന്ന് വന്നേ. അലീനയെ കാണാനില്ല. കാണാനില്ലെന്നോ? ഇവിടെ നല്ല ഇറങ്ങി പോയത്. അവള് പോയപ്പോഴല്ലേ പകരം കയറിയത്. എന്റെ കഷ്ടകാലത്തിന് ശിവേട്ടൻ വിളിച്ചിട്ട് ഞാൻ പുറത്തേക്ക് പോയിരിക്കുന്നു. അതെന്തിനാ ശിവേട്ടൻ ചേട്ടനെ വിളിച്ചത്? വൈജയച്ചിയുടെ ഹോസ്പിറ്റൽ ബില്ലിനെ കുറിച്ച് അറിയാനായിരുന്നു. എത്ര രൂപ ചിലവായി, ഇനി എത്ര ചിലവാകും, ബാലേട്ടൻ എത്ര തന്നു, അഡ്വാൻസ് വല്ലതും അടച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് വെറുതെ എന്റെ സമയം കളഞ്ഞു. ഞാനോർത്തു അവരിവിടെയുള്ള ബില്ലും ചെലവും മുഴുവൻ ഏറ്റെടുക്കാൻ പോവുകയാണെന്ന്. അവസാനം കടലിൽ കല്ലെറിയുന്ന പോലെ 1 ലക്ഷം രൂപ തന്നിട്ട് പറയുക ഇപ്പൊ ഇതേ ഉള്ളൂന്ന്. അവരുടെ വാചാടിയും കേട്ടെന്ന് എന്റെ സമയം പോയി. ഞാൻ തിരിച്ചിവിടെ വന്നപ്പോഴേക്കും അലീന പോയി. അതിന് ബാലേട്ടന്റെ നേർക്ക് കുറെ ചാടിയിട്ട് പോയതേ ഉള്ളൂ. ഞാൻ എന്നാ വിളിച്ചു. അലീനെ കാണാനില്ലെന്ന് പറഞ്ഞാ അവൾ എങ്ങോട്ടാ പോയത്? അറിയത്തില്ലെന്നേ. ഫോൺ വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ല. എവിടെ പോകുന്നൊരു പിടിയില്ല. ഓരോരോ മാരണങ്ങൾ വരുന്ന വഴിയേ. ഇപ്പം ബാലേണ്ണ അവളെ തിരക്കി നടക്കണോ? പിന്നല്ലാതെ ബാലേട്ടനല്ല ഉത്തരവാദിത്തം. വീട്ടിൽ ചെന്നിട്ടില്ല. ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫും. പോലീസിലടിക്കാൻ പോവാ. കൊല്ലപ്പള്ളിക്കാരെ തട്ടിക്കൊണ്ട് പോയതാണോ? സംശയമുണ്ട് ബാലേട്ടന്. അവന്മാര് കുറെ നാളായി ചൊറിയാൻ തുടങ്ങിയിട്ട്. ഇത്തവണ എന്തായാലും കുളം കലങ്ങും. അവര് കൊണ്ടുപോയിട്ട് വല്ലതും ചെയ്യൂ. എന്നതെങ്കിലും ചെയ്ത പഴയ വേലക്കാരിയില്ല. ബാലേട്ടന്റെ മോൾ അലീന. കൊന്നുകളയും ബാലേട്ടൻ അവന്മാരെ ഓരോന്നിനെയും. അവരെന്നെ ഇങ്ങനൊക്കെ ചെയ്യുന്നേ? ഇവിടെ നിന്ന് അലീന പോയപ്പോ സമയത്രേ. 7 മണി കഴിഞ്ഞു. ചിലപ്പോ പോലീസുകാർ ചോദിക്കും. അന്നേരം കൃത്യമായിട്ട് പറഞ്ഞേക്കണം. ഞാൻ പറഞ്ഞോളാം. നമ്മളൊരു കുറ്റം ചെയ്തില്ലല്ലോ, പിന്നെ എന്നെ പഠിക്കാനാ? എന്നാ ഞാൻ കൂടി ചെല്ലട്ടെ. അല്ലെങ്കിൽ ബാലേട്ടൻ തുരുതുര വിളിച്ചോണ്ടിരിക്കും. എനിക്കിന്ന് കാളരാത്രിയാ. എല്ലായിടത്തും ഓടാൻ ഒരു ഗോവർത്ത് മാത്രമല്ലേ ഉള്ളൂ. എന്നതെങ്കിലും വിവരം കിട്ടി വിളിച്ച് പറയണേ. ശരി. ഗംഗേട്ടനാ, എടുക്ക് സ്പീക്കറിൽ. ഹലോ ഗംഗേട്ടാ. നീ വീട്ടിലുണ്ടോ? ഇല്ല, ഞാൻ പുറത്താ. പുറത്തെന്ന് വെച്ചാ എവിടെയാ? ടൗണിലാണോ? അതെ, ടൗണിലാ. എന്താടാ പറയാൻ ഇത്ര മടി? അല്ല, ഞങ്ങളൊരു ഹോട്ടലിലാ. ഞാൻ പാലയിലോട്ട് വന്നോണ്ടിരിക്കുക നിങ്ങളെ കാണാൻ. അതുകൊണ്ടാ ചോദിക്കുന്നത്. ആണോ? ഗംഗേട്ടൻ എവിടെ എത്തി? സ്ഥലം ഒന്നും എനിക്ക് അറിയത്തില്ല. രാത്രിയല്ലേ? നീ പറ, ശിവൻ എവിടെ? ശിവന്റെ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി ഹോട്ടലിൽ എന്താ പരിപാടി? ഒന്നുമില്ല ഗംഗേട്ടാ, വൈജയുടെ ഹോസ്പിറ്റൽ അടുത്തുള്ള ഒരു ഹോട്ടലാ. അവളുടെ അടുത്തോട്ട് പോകാനും വരാനും സൗകര്യം നോക്കി റൂം എടുത്തിട്ടിരിക്കുക. അല്ല, ഗംഗേട്ടൻ എപ്പോഴാ ടൂർ കഴിഞ്ഞ് നാട്ടിലെത്തിയേ? ഇന്നലെ. അതെ, വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്തൊക്കെയാണ് നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല ഗംഗേട്ടാ, വൈജയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അത് പരിഹരിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയിട്ടാണോടാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? ആര് കെട്ടിക്കൊണ്ടുപോയി? രാജീവേ, നിങ്ങൾ ആരും വിചാരിക്കുന്ന കളിയല്ല ഇത്. സർവനാശം ഉണ്ടാക്കി വെക്കരുത്. നീയൊക്കെ ജയിലിൽ കയറിയ ഇറങ്ങണമെങ്കിൽ പിന്നെ 10 വർഷം കഴിയും. ഗംഗേട്ടൻ എന്താ അറിഞ്ഞോണ്ടായി പറയുന്നേ? അതെ, ഞാൻ എല്ലാം അറിഞ്ഞു. മനു എല്ലാം എന്നോട് പറഞ്ഞു. നീ ശിവന് ഫോൺ കൊടുത്തേ. മനു വിളിച്ചു പറഞ്ഞെന്ന്. അവനെ കൊണ്ട് തോറ്റല്ലോ. സ്വന്തം കുടുംബത്തിലൊരു ഭാരം, അത് സ്വന്തം മകൻ. ഗംഗേട്ടാ, എടാ ശിവ, നിങ്ങൾ എന്തൊക്കെയാ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അത് അവിടെ നിർത്തിക്കോണം. ബാക്കിയൊക്കെ ഞാൻ അവിടെ വന്നിട്ട് മതി. ഗംഗേട്ടാ, ഞങ്ങൾ ഗംഗേട്ടൻ വിചാരിക്കുന്ന പോലെ ഒന്നും പറയണ്ട. ഞാൻ അവിടെ വന്നിട്ട് സംസാരിക്കാം. നിങ്ങൾ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ അത് മുഴുവൻ അട്ടർ ഫൂളിഷ്നസ് ആണെന്ന് മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ. ഫോൺ വെക്കേ. ചതിയുടെ വഞ്ചനയുടെ കഥ പറയുമ്പോ എനിക്കൊരു കഥ തിരിച്ച് അങ്ങോട്ടും പറയാനുണ്ട്. ലോകത്തിലെ ഏറ്റവും പരിശുദ്ധയും പതിവ്രതയുമായ ഭാര്യ എന്ന വീട്ടിൽ കഴിഞ്ഞ 23 വർഷക്കാലം അവൾ എന്റെ മുന്നിലൂടെ ഞെളിഞ്ഞു നടന്നു. ഒരിക്കൽ സ്നേഹിച്ചവനെയാണ്. ഓരോ നിമിഷവും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റബോധമോ മനസ്സിലിപ്പോ തരുമ്പോ പോലും ഇല്ലാതെ. ബാലേന്ദ്രന്റെ മകളല്ല, വൈജയുടെ മോള അലീന. ആരോടാ യുദ്ധം ചെയ്യുന്നതെന്ന് ഇപ്പൊ മനസ്സിലായോ? സ്വന്തം പെങ്ങളുടെ മകളോട്. വൈജ ആർക്കെതിരെയാ ഈ സന്നാഹം മുഴുവൻ ഒരുക്കി പടം നിരത്തിയത്? സ്വന്തം മകൾക്കെതിരെ. ഇനിയെങ്കിലും പറ, എവിടെയാ അലീന?